ഹായ് ഹലോ. ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു പച്ചമാങ്ങ, പച്ചമുളക്, ചെറിയ ഉള്ളിയൊക്കെ വെച്ച് മാങ്ങാക്കറി വെക്കുന്നു. പച്ചമാങ്ങ കൊണ്ട് മാങ്ങാക്കറി വയ്ക്കാം. ഇപ്പം മാങ്ങ സീസണല്ലേ, എല്ലാവർക്കും ഇഷ്ടം മാങ്ങാക്കറി നല്ലതാണ്. അതിനു വേണ്ടി ഞാനൊരു പച്ചമാങ്ങയും ഉള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിഞ്ഞ് വൃത്തിയാക്കി വെക്കാം. പച്ചമാങ്ങ എടുത്ത് അരിഞ്ഞൊക്കെ വെച്ചു. അതിനകത്ത് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് ഈ സൈസ് നീളത്തിന് സൈസാണ് ഞാൻ അരിഞ്ഞേക്കുന്നത്. അവർക്ക് ഇഷ്ടം അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അരിഞ്ഞെടുക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ, പച്ചമുളക്, ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ സവാള എടുത്താലും മതി. മാങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടുമ്പോൾ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഒന്ന് അടച്ചു വയ്ക്കാം. മാങ്ങയും ചെറുതായിട്ട് വാടി ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി കുറച്ച് 1/2 ടീസ്പൂൺ ഇട്ടത്, മഞ്ഞപ്പൊടി അതേപോലെ അതൊന്ന് ഇളക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് വേവാനൊന്ന് അടച്ചു വയ്ക്കാം. മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ, ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് ഇനി ജീരകം, വെളുത്തുള്ളി, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നരച്ചെടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. മാങ്ങയൊക്കെ വെന്ത് നല്ല പരുവായി. നല്ല മാങ്ങയെല്ലാം വെന്ത് റെഡിയായി കഴിഞ്ഞ് ഇതിനകത്ത് പൊരിച്ചെടുക്കാം. അരപ്പൊന്ന് ഇതായി വരട്ടെ. അങ്ങനെ നമ്മുടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് കടു വറുത്തൊഴിച്ചാൽ മതി. എല്ലാവരും വീടുകളിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലതാണ്. മാങ്ങയുടെ സീസൺ അല്ലേ.
നമ്മുടെ മാങ്ങാക്കറി എല്ലാം റെഡിയായി. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നാളെ വരാം. എല്ലാവരും വീടുകളിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.